ത്രിപുരയിൽ ബി.ജെ.പി. മുന്നേറ്റം എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ത്രിപുരയിൽ 25 വർഷമായിട്ട് സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച CPM-ന്റെ പിന്നോട്ടുപോക്ക് ആണ് ഇപ്പോൾ നമ്പറായിട്ട് ദൃശ്യമാകുന്നത്. 21 സീറ്റുകളിൽ മാത്രമാണ് CPIM ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് എന്ന വിവരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റ് നമുക്ക് നൽകുന്നത്. BJP 38 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ്, ലീഡ് ചെയ്യുകയാണ് എന്ന വിവരമാണുള്ളത്. 38-21 എന്നതാണ് നില. 59 സീറ്റുകളിലെയും ആകെയുള്ള 59 സീറ്റുകളിലെയും ആകെ 60 സീറ്റുകളാണ്, 59 ഇടത്താണ് വോട്ടെണ്ണൽ നടന്നത്. 59 സീറ്റുകളിലെ വിധിയും വിവരങ്ങളും വന്നുകൊണ്ടിരിക്കുമ്പോൾ BJP 38 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. 21 മാത്രമാണ് CPM-ന് മുന്നേറാനാകുന്നത്, ലീഡ് നിലയുള്ളത് എന്നതാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ. മേഘാലയയിൽ കോൺഗ്രസ് മുന്നേറുന്നു എന്ന വിവരം. മേഘാലയയിൽ കോൺഗ്രസിന് സന്തോഷമുണ്ടാകുന്ന വാർത്തയാണ് വരുന്നത്. 24 സീറ്റുകളിൽ അവർ മുന്നിട്ട് നിൽക്കുകയാണ്. 9 വർഷമായിട്ട് കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന ഇടത്ത് അവർക്ക് ഭരണവിരുദ്ധ വികാരമില്ല. കോൺഗ്രസ് മുന്നേറുകയാണ് എന്ന വിവരമാണ് മേഘാലയയിൽ നിന്ന് നമുക്ക് മുന്നിലുള്ളത്. 24 സീറ്റുകളിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു. BJP-ക്ക് 5 ഇടത്ത് മാത്രമാണ് ലീഡ് നിലയുള്ളത്. മറ്റു പാർട്ടികളും NPP അടക്കമുള്ള പാർട്ടികളും മുന്നിട്ട് നിൽക്കുകയാണ്. നാഗാലാൻഡിലെ സ്ഥിതി, BJP സഖ്യം മുന്നേറുന്നു. NDPP BJP സഖ്യത്തിന് 31 സീറ്റുകളിൽ, അവിടെയും 59 സീറ്റുകളിലെ വോട്ടെണ്ണലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. NDPP BJP സഖ്യത്തിന് 31 സീറ്റുകളിൽ ഇപ്പോൾ ലീഡുണ്ട് എന്ന വിവരം നമുക്ക് മുന്നിലുണ്ട്. NPF 25 സീറ്റുകളിൽ മാത്രമാണുള്ളത്. സീതാറാം യെച്ചൂരി CPM ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തോട് പ്രതികരണം തേടുന്ന മാധ്യമപ്രവർത്തകരുടെ ദൃശ്യമാണ് കാണുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിനകത്തേക്ക് കയറി പോകുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. മാധ്യമങ്ങൾ മൈക്കുമായി അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടുകയാണ്. ഒരുപക്ഷെ ഔദ്യോഗികമായിട്ട് പൂർണ്ണ വിവരങ്ങൾ വന്നതിന് ശേഷം പ്രതികരിക്കാമെന്നതാകും അദ്ദേഹത്തിൻ്റെ നിലപാട്. എന്തായാലും CPM-ന് തിരിച്ചടിയാണ്, ത്രിപുരയിൽ വലിയ തിരിച്ചടിയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ആ പ്രതികരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിൻ്റെ കാരണം വ്യക്തമാണ്. 38 സീറ്റുകളിൽ BJP ത്രിപുരയിൽ 25 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഭരിക്കുന്ന CPM ഭരിക്കുന്ന ത്രിപുരയിൽ BJP വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്ന വിവരം നമുക്ക് മുന്നിലുണ്ട്. BJP-യുടെ ലീഡ് അവിടെ കേവല ഭൂരിപക്ഷം കടന്നിരിക്കുന്നു. കേവല ഭൂരിപക്ഷം 31 സീറ്റുകൾ മതി. 38 സീറ്റുകളിൽ അവർ ലീഡ് ചെയ്യുകയാണ് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പക്ഷേ അപ്പോഴും ത്രിപുരയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകർ പൂർണ്ണമായിട്ട്, ത്രിപുരയെക്കുറിച്ച് അറിയുന്ന രാഷ്ട്രീയ നിരീക്ഷകർ പൂർണ്ണമായിട്ട് BJP-യുടെ മുന്നേറ്റം സ്ഥിരീകരിക്കപ്പെട്ടു എന്ന നിലക്ക് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. ചിലയിടങ്ങളിലെങ്കിലും 100-200 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന തോതിലുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റം ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മോടൊപ്പം ചേരും. സുരേഷ്, ഒടുവിൽ ലഭിക്കുന്ന മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സനീഷ്, ഇപ്പോഴത്തെ യാഥാർത്ഥ്യം സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മണിക് സർക്കാർ തിരിഞ്ഞു നടക്കുന്നു, അതോടൊപ്പം തന്നെ യെച്ചൂരി നിശബ്ദനായി നടന്നു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഉൾക്കൊള്ളാൻ നേതാക്കൾക്കും CPIM അണികൾക്കും കഴിയാത്തതിൻ്റെ കൂടി പ്രതിഫലനമായി അതിനെ കാണണം. കാരണം ഒരു കാരണവശാലും ഈ 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന അവിടെ ഭരണം നഷ്ടപ്പെടുമെന്ന് ഒരു കാരണവശാലും CPIM പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഉൾക്കൊള്ളാനും പ്രതികരണങ്ങളും വൈകാനെന്ന് വിലയിരുത്തണം. കാരണം അവസാനമായി ഇപ്പോൾ കൂടുതൽ ഫലം വന്നുകൊണ്ടിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ നിന്നാണ്. വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ തന്നെയാണ് BJP-ക്ക് കൂടുതൽ സ്വാധീനമുള്ളത്. അത് ബംഗാളികളുടെ സ്വാധീനം, തൃണമൂൽ കോൺഗ്രസിൻ്റെയും വിട്ടുപോന്നിട്ടുള്ളവരുടെ സ്വാധീനം, ട്രൈബൽ മേഖല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ BJP-ക്ക് ഒരു ഘട്ടത്തിൽ 28 സീറ്റ് വരെ അല്ലെങ്കിൽ 24 സീറ്റ് വരെയൊക്കെ നിന്ന സ്ഥലത്തു നിന്നും പെട്ടെന്ന് 38 എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക് BJP-ക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുള്ളതും അതുകൊണ്ട് തന്നെയാണ്. അതിൽ ഈ 38 സീറ്റിൽ 31 സീറ്റുകളിലും BJP ഒറ്റയ്ക്കാണ് ലീഡ് എന്നുകൂടി ഓർക്കണം. 7 സീറ്റുകളിലാണ് ഇൻഡിജീനിയസ് പാർട്ടി ലീഡ് ചെയ്യുന്നത്, സഖ്യകക്ഷിയായിട്ടുള്ള ഇൻഡിജീനിയസ് പാർട്ടി ലീഡ് ചെയ്യുന്നത്. അങ്ങനെ 31ഉം 7ഉം ആണ് 38ലേക്ക് വരുന്നത്. ഇവിടെ CPM-ന് സംഭവിച്ചത് ഏതാണ്ട് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ, ലീഡ് നില വെച്ച് നോക്കുമ്പോൾ 28 സീറ്റുകളുടെ നഷ്ടം CPM-ന് ഈ നില പോയാൽ ഉണ്ടാകും. 28 സീറ്റുകൾ CPM-ന് നഷ്ടപ്പെടുന്നു. കോൺഗ്രസിന് കഴിഞ്ഞ തവണ 10 സീറ്റുണ്ടായിരുന്നു. വട്ടപൂജ്യമാണ് കോൺഗ്രസിന് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലസൂചന വ്യക്തമാകുന്നത്. ഏതായാലും കോൺഗ്രസ് ആ സാഹചര്യത്തിലേക്ക് കൂടി പോയതാണ് സംസ്ഥാനത്ത് BJP-ക്ക് കൂടുതൽ അനുകൂലമായി മാറുന്ന ഘടകവും. BJP സംസ്ഥാനത്തുണ്ടാക്കിയിട്ടുള്ള സഖ്യം
തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രം, അതോടൊപ്പം തന്നെ മറ്റ് കോൺഗ്രസിൽ നിന്നും പിളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ നീക്കം, ഈ മൂന്നെണ്ണത്തിനുമുള്ള മൂന്നും ഒരുമിച്ച് വന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലം എന്ന് വിലയിരുത്താം. കാരണം മണിക് സർക്കാരിനെ വ്യക്തിപരമായി ആക്രമിക്കുന്ന വിധത്തിൽ മണിക് സർക്കാരിൻ്റെ കണ്ണടയുടെ വില, ഷൂവിൻ്റെ വില, താമസം, യാത്ര ഹെലികോപ്റ്ററിൽ എന്നതടക്കമുള്ള, കാരണം 2 തവണ മാത്രമേ ട്രെയിനിൽ പോയിട്ടുള്ളൂ എന്നുള്ളത് അടക്കമുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മണിക് സർക്കാരിനെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു BJPയുടെ പ്രചാരണം എന്ന് പറയുന്നത്. അത് ഒരു പരിധിവരെ ഫലം കണ്ടു എന്ന് വേണം. കാരണം അതിൻ്റെ ഫലമായിട്ടാണ് വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിൽ മണിക് സർക്കാർ പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. പിന്നോട്ട് പോയതിനു ശേഷമാണ് മണിക് സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത്. മണിക് സർക്കാരിനെ വ്യക്തിപരമായി BJP നോട്ടമിട്ടു. അത് BJPക്ക് ഗുണം ചെയ്തു. കോൺഗ്രസിനെയും തൃണമൂൽ കോൺഗ്രസിനെയും പിളർത്തുകയും തൃണമൂൽ കോൺഗ്രസിലെ MLA-മാരെ കൂടെ നിർത്തുകയും ചെയ്തു. അത് BJPക്ക് ഗുണം ചെയ്തു. ട്രൈബൽ മേഖലയിലേക്ക് പുതിയ സഖ്യമുണ്ടാക്കി BJPക്ക് പോകാൻ കഴിഞ്ഞു. അതും BJPക്ക് ഗുണം ചെയ്തു. ഇതിനപ്പുറമാണ് നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് നടത്തിയിട്ടുള്ള പ്രചാരണം. ഈ 4 ഘടകങ്ങളാണ് സംസ്ഥാനത്ത് BJPക്ക് ഇത്രയും വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഏതായാലും നരേന്ദ്രമോദി 6 മണിയോടുകൂടി പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്ത് എത്തും എന്ന് അറിഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദിയും BJPയും ക്യാമ്പും അത്രത്തോളം ആഹ്ലാദത്തിലാണ് എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വ്യക്തമാക്കുന്നത്. സുരേഷ് വെള്ളിമുറ്റം, താങ്കളിലേക്ക്. ഇപ്പോൾ 38 സീറ്റുകളിൽ BJP മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ് അവിടെ നിന്നുള്ള വിവരം. 38 സീറ്റ് എന്നത് വളരെ പ്രധാനപ്പെട്ട വലിയ സംഖ്യയാണ്. 38 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ് BJP. CPIM-ന് 21 മാത്രമാണ്. ഇനി അങ്ങോട്ട് പ്രതീക്ഷ വെക്കേണ്ടതില്ല എന്ന നിലയിലേക്ക് CPM പ്രവർത്തകരെയും നേതാക്കളെയും എത്തിക്കുന്നൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. വല്ലാത്ത തോതിൽ ഈ കാര്യങ്ങളിൽ മാറ്റം വരും എന്ന് ഇനി അങ്ങോട്ട് ചിന്തിക്കുക സാധ്യവുമല്ല. 38 സീറ്റുകളിലേക്ക് 38 സീറ്റ് എന്നത് സർക്കാർ വരിക 25 വർഷങ്ങൾക്ക് ശേഷം CPM അല്ലാത്ത ഒരു സർക്കാർ, CPM-ൻ്റെതല്ലാത്ത ഒരു സർക്കാർ രാജ്യം ഭരിക്കുന്ന BJP-യുടെ, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പാർട്ടിയുടെ സർക്കാർ അവിടേക്ക് വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ശ്രീ KVS ഹരിദാസ്, ഇത് CPM-നെ ആകെ തന്നെയും മറിച്ചിട്ട് കുറേ കാലത്തേക്ക് അവിടങ്ങളിലെയൊക്കെ സാഹചര്യം അങ്ങനെയാണല്ലോ. 25 വർഷമായിട്ട് CPM ഭരിക്കുന്ന ഇടമാണ്. അവിടെ ഇനി അങ്ങോട്ട് BJP-യുടെ ഭരണം ആണുണ്ടാവുക. CPM എലിമിനേറ്റ് ചെയ്യപ്പെടും. അതാണല്ലോ പാർട്ടിയെ പൂർണ്ണമായി തന്നെ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കുക എന്നത് കോൺഗ്രസിനെയും CPM-നെയും അവരിൽ നിന്ന് മുക്തമായിട്ടുള്ള ഭാരതം ഉണ്ടാക്കുക എന്നതാണല്ലോ BJP-യുടെ പ്രഖ്യാപിതമായിട്ടുള്ള നയം. ആ അർത്ഥത്തിൽ ത്രിപുര എല്ലാ കാലത്തേക്കും BJP-യുടെ കയ്യിലേക്ക് വന്നു എന്ന് വിലയിരുത്താവുന്ന സാഹചര്യം ഇപ്പോൾ നമുക്ക് മുന്നിലുണ്ടോ? അല്ല സനീഷ്, ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 38-ലെ 31 ഞാൻ മനസ്സിലാക്കുന്നത് 31 പേര് BJP-ക്കാരാണ്. അതായത് BJP-ക്ക് തനിച്ച് ഭൂരിപക്ഷം ത്രിപുരയിൽ ഉണ്ടാകുന്നു. ആ ഘടകകക്ഷിയെ മാറ്റി നിർത്തിയാൽ പോലും ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ്. അതൊരു വലിയ BJP പോലും എക്സ്പെക്ട് ചെയ്യാത്ത നേട്ടമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം തനിച്ച് BJP-ക്ക് ത്രിപുര ഭരിക്കാൻ കഴിയുന്നു എന്ന് വന്നാൽ അത് നൽകുന്ന മെസ്സേജ് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇതിൽ രാഷ്ട്രീയമായിട്ട് നമ്മൾ കാണേണ്ട വേറെ ചില കാര്യങ്ങളുമുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് തിരിച്ചുവരവ് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരെ നമ്മൾ ഈ ലോകത്ത് കാണുന്നു. രാഹുൽ ചുമതലയേറ്റതിന് ശേഷം നടന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം നമ്മൾ കണ്ടു. ഗുജറാത്ത്, ഹിമാചലും രണ്ടിടത്തും കോൺഗ്രസ് തോറ്റു. ഗുജറാത്തിൽ താൽക്കാലികമായിട്ട് കുറേ സീറ്റുകൾ അവർക്ക് കൂടുതൽ കിട്ടി എന്ന് വന്നാൽ പോലും BJP-ക്ക് അവിടെ കഷ്ടിച്ച് 50% വോട്ട് കിട്ടി. 22 വർഷമായിട്ട് ഭരിക്കുന്ന BJP-ക്ക് 50% വോട്ടോടുകൂടി അവിടെ വീണ്ടും അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. അതിനുശേഷം നടക്കുന്ന 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണിത്. അതിൽ 2 സംസ്ഥാനങ്ങളിൽ BJP ഏതാണ്ട് വിജയം ഉറപ്പാക്കി കഴിഞ്ഞു. എന്റെ ഒരു കണക്കുകൂട്ടല് CPM വല്ലാതെ തകർന്ന് തരിപ്പണമായി എന്ന് പറയുമ്പോൾ തന്നെയും കോൺഗ്രസ് ഇപ്പോഴും ഈ ഇലക്ഷൻ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരുന്ന വിവരങ്ങൾ അനുസരിച്ച് മേഘാലയയിൽ അവർക്ക് 25 സീറ്റുണ്ട്. അവർ 25 സീറ്റിൽ മുന്നിട്ട് നിൽക്കുകയാണ് എന്നാണ്. BJPക്ക് 6 ഇടത്ത് മാത്രമേ മുന്നേറാനായിട്ടുള്ളൂ. അവിടെ 9 വർഷമായിട്ട് ഭരിക്കുന്ന സംസ്ഥാനമാണ്, കോൺഗ്രസ് ഭരിക്കുന്ന ഇടമാണ്. അവിടെ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാനായി എന്ന് വെച്ചാൽ, ഭരണം നിലനിർത്താനായി എന്ന് വെച്ചാൽ തന്നെയും അങ്ങനെയൊന്നും പറയാറായിട്ടില്ല. എന്നാൽ തന്നെയും അത് വലിയ നേട്ടമായിരിക്കും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും. സനീഷ, അതാ ഞാൻ പറഞ്ഞത്, മേഘാലയയിൽ കോൺഗ്രസിന്
തനിച്ച് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു വിലയിരുത്തൽ അവിടെയും BJP ഉദ്ദേശിക്കുന്ന ഒരു ഭരണകൂടം വരും. കോൺഗ്രസിന് തനിച്ച് ഭൂരിപക്ഷം ഉണ്ടാക്കാനായില്ലെങ്കിൽ, കാരണം കോൺഗ്രസിനൊപ്പം വേറെ സഖ്യകക്ഷികൾ ആരുമില്ല. മേഘാലയ പോലുള്ള ഒരു സംസ്ഥാനത്ത് കഴിഞ്ഞ തവണയുണ്ടായിരുന്നു 15 വോട്ട് സ്വതന്ത്രന്മാർ ജയിച്ചിരുന്നു. ഇത്തവണത്തെ ചിത്രം കാണുമ്പോഴും ഏതാണ്ട് 10-15 പേര് മറ്റുള്ളവരാണ്. അപ്പോൾ അവരെയൊക്കെ സംഘടിപ്പിക്കാൻ ഇന്നത്തെ നിലയ്ക്ക് BJPക്കോ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്ന ഒരു സംവിധാനത്തിനോ പ്രയാസമുണ്ടാവില്ല. അതാണ് നോർത്ത് ഈസ്റ്റിൽ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളത്. കോൺഗ്രസ്സുകാർ എന്തെല്ലാം മലമറിച്ചാലും കോൺഗ്രസിന് തനിച്ച് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മേഘാലയയിലും ഇത്തവണ ഒരു കോൺഗ്രസ് വിരുദ്ധ സർക്കാർ തന്നെയാണ് വരാൻ പോകുന്നത് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഇത് മൂന്നും നഷ്ടപ്പെട്ടാൽ, എൻ്റെ ഒരു അസസ്മെൻ്റാണ്, ഇത് മൂന്നും നഷ്ടപ്പെട്ടാൽ പ്രതിപക്ഷത്തിന് നിലയ്ക്ക് നിൽക്കാൻ വയ്യാത്ത, നിവർന്ന് നിൽക്കാൻ വയ്യാത്ത ഒരു സ്ഥിതി ദേശീയ രാഷ്ട്രീയത്തിൽ വരാൻ പോവുകയാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ KVS ഹരിദാസ്, ഒന്ന് ശ്രീലാലിലേക്ക് പോയതിനു ശേഷം. ശ്രീലാല്, ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുള്ള വിധികളാണല്ലോ ഈ വന്നുകൊണ്ടിരിക്കുന്നത്, മൂന്നിടത്ത് നിന്നാണെങ്കിലും. ഈ പറയുന്ന ആശയപരമായിട്ട് BJP വിരുദ്ധ രാഷ്ട്രീയത്തിന് മുൻകൈ കൊടുക്കുന്ന CPM ഒരു കേരള പാർട്ടിയായിട്ട്, ഒരു ഒറ്റ സംസ്ഥാനത്ത് മാത്രം അധികാരമുള്ളൊരു പാർട്ടിയായിട്ട് അങ്ങ് ചുരുങ്ങുകയാണ്. അവരുടെ 3 ഇടത്ത് വലിയ ശക്തി ഉണ്ടായിരുന്നിടത്ത് ബംഗാൾ തിരിച്ചു വരാനേ എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റാത്ത സാഹചര്യം ആ പാർട്ടിക്കുണ്ട്. ഇപ്പോൾ ത്രിപുര അവർക്ക് ചെറിയ സംസ്ഥാനമാണെങ്കിലും വലിയ കരുത്തേകിയിരുന്ന ആ സംസ്ഥാനം വീണു എന്ന് തന്നെ പറയാവുന്ന സാഹചര്യം ഇപ്പോഴായിട്ടുണ്ട്. അത് CPM കേരള പാർട്ടി മാത്രമായിട്ട് ചുരുങ്ങും. കേരളത്തിലാണെങ്കിൽ ഇപ്പറയുന്നത് പോലെ അല്ല നില. 5 വർഷം കൂടുമ്പോൾ മാറി വരിക എന്നതല്ലാതെ ഈ ത്രിപുരയും ബംഗാളും എന്ന പോലെ ഒരുപാട് കാലം ഒന്നിച്ചു നിൽക്കാൻ ആ പാർട്ടിക്ക് കേരളത്തിൽ സാധിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് 5 വർഷം എന്ന കാര്യം അവിടെ ഉണ്ട് താനും. അപ്പോൾ സംസ്ഥാനങ്ങളിൽ ഒന്നും ഭരണമില്ലാത്ത ഒരു പാർട്ടിയായിട്ട് തുടരേണ്ടി വരുന്ന സാഹചര്യം പോലും CPMന് മുന്നിൽ ഇപ്പോഴുണ്ട്. അതുകൊണ്ട് CPM അങ്ങനെയായിരിക്കുന്നു. കോൺഗ്രസ് മേഘാലയയിൽ നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെയും ഈ ത്രിപുര പോലുള്ളയിടങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് നിശ്ചൂന്യമായിട്ട് തുടച്ചുമാറ്റപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ദേശീയ രാഷ്ട്രീയം, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്, പൊതു തെരഞ്ഞെടുപ്പ് എന്നിവയൊക്കെ ഏത് നിലക്ക് സ്വാധീനിക്കാവുന്ന ഒരു വിധിയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്? വലിയ തരത്തിൽ ഈ വിധി ദേശീയ രാഷ്ട്രീയത്തെ സ്വാധീനിക്കും. ദേശീയ രാഷ്ട്രീയത്തെ മാത്രമല്ല CPM രാഷ്ട്രീയത്തെ തന്നെ ഇത് വലിയ തോതിൽ സ്വാധീനിക്കുമെന്ന സംശയമില്ല. ഇവിടെ നമ്മൾ എടുത്തു കാണേണ്ടത് സീതാറാം യെച്ചൂരി പറഞ്ഞ ലൈനിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അതായത് CPMന്റെ പാർട്ടി കോൺഗ്രസിൽ പോലും വലിയ വിമർശനത്തിന്, വലിയ തരത്തിലുള്ള ചർച്ചയ്ക്ക് ഇത് വഴിവെക്കുമെന്ന കാര്യം സംശയമില്ല. കോൺഗ്രസുമായി ബംഗാളിലും ത്രിപുരയിലും സഖ്യമുണ്ടാക്കണം എന്നുള്ളതായിരുന്നു ത്രിപുര മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ സീതാറാം യെച്ചൂരിയുടെയും ഒരു ലൈൻ. അതിനെതിരായിരുന്നു കേരളത്തിലുള്ള പാർട്ടിയുടെ നിലപാട്. ആ നിലപാട് ഒടുവിൽ വിജയിക്കുകയും അങ്ങനെയാണ് കോൺഗ്രസുമായി സഖ്യം വേണ്ട എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും. കേരളത്തിലെ CPM ഇനി മറുപടി പറയേണ്ടി വരിക ആ കാര്യത്തിലേക്ക് കൂടിയായിരിക്കും. എന്തുകൊണ്ട് ഈ സീതാറാം യെച്ചൂരി നേരത്തെ പറഞ്ഞ ലൈനിലേക്ക് ഒരു പക്ഷേ മാറിയിരുന്നുവെങ്കിൽ, മണിക് സർക്കാർ പറഞ്ഞ ലൈനിലേക്ക് ഒരു പക്ഷേ മാറിയിരുന്നുവെങ്കിൽ, ഒരു പക്ഷേ അത് എടുത്തു പറയേണ്ട കാര്യം, ഒരു പക്ഷേ ത്രിപുരയിൽ പിടിച്ചു നിൽക്കാനാകുമായിരുന്നു എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അല്പം മുമ്പ് ബൃന്ദ കാരാട്ട്, പോൾ ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞ ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അതിര് കടന്ന ആത്മവിശ്വാസമാണ് ഇത്തരത്തിൽ ഉള്ള ഒരു തരത്തിലേക്ക് CPMനെ എത്തിച്ചിരിക്കുന്നത് തന്നെയാണ്. ബൃന്ദ കാരാട്ട് അടക്കമുള്ള നേതാക്കൾ, പ്രകാശ് കാരാട്ട് അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസുമായി ഒരു തരത്തിലുള്ള സഖ്യവും പാടില്ല എന്ന നിലപാട് എടുക്കുകയായിരുന്നു. അവിടെയാണ് പ്രായോഗിക രാഷ്ട്രീയം എന്ന നിലയ്ക്ക് സീതാറാം യെച്ചൂരി കോൺഗ്രസുമായുള്ള സഖ്യം വേണം, വടക്കുകിഴക്കൻ ഈ പറഞ്ഞ ത്രിപുരയിലും അതോടൊപ്പം തന്നെ ബംഗാളിലും എന്ന നിലപാട് സ്വീകരിച്ചത്. അതിനെ വെട്ടിനിർത്തുന്നത് പോലെ അടിച്ചമർത്തപ്പെടുകയാണ് ആ ഒരു ലൈനിനെതിരെ CPM സംസ്ഥാന ഘടകം, കേരള ഘടകം അടക്കമുള്ള നേതാക്കൾ സ്വീകരിച്ചത്. അതിനാണ് ഇവിടെ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അതിനുകൂടിയാണ് ഇവിടെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ത്രിപുരയിൽ ഇനിയൊരു മടങ്ങിവരവ് ഈ CPMന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. ബംഗാളിൽ അതേ ലൈനിലേക്ക് തന്നെയാണ് ത്രിപുരയിലേക്കും CPM എത്തിപ്പെട്ടിരിക്കുന്നത്. ഇനി എന്ത് എന്ന ചോദ്യത്തിനുള്ള മറുപടി അത് പാർട്ടി കോൺഗ്രസിൽ അടക്കമുള്ള ചർച്ചകൾ വരുമ്പോൾ തീർച്ചയായും സീതാറാം യെച്ചൂരിക്ക് ഈ പാർട്ടി പരാജയപ്പെട്ട് തോറ്റമ്പിയെങ്കിലും സീതാറാം യെച്ചൂരി ലൈനിന് വിജയം കിട്ടുന്ന ഒരു തലത്തിലേക്ക് കൂടിയാണ് ത്രിപുരയിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഇനി അങ്ങോട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മേഘാലയയിൽ വലിയ കക്ഷിയാകാൻ സാധിക്കുമെങ്കിലും നേരത്തെ ശ്രീ KVS ഹരിദാസ് സൂചിപ്പിച്ചതുപോലെ അധികാരം പിടിക്കാനാകും എന്ന് ഒരു ഉറപ്പുമില്ല. അവിടുത്തെ ഒരു സാഹചര്യം വളരെ വളരെ വിചിത്രമാണ്. ഏത് സമയത്തും ഈ മറ്റുള്ളവർ എന്ന് പറയുന്ന കക്ഷികൾ BJPയെ പിന്തുണയ്ക്കുന്ന തലത്തിലേക്ക് പോകാം. പ്രത്യേകിച്ച് നാഷണലിസ്റ്റ് പാർട്ടി അവർ BJP പിന്തുണയ്ക്കുന്ന തലത്തിലേക്ക് പോയാൽ അതിശയിക്കാനില്ല. NCPയുമായി പിരിഞ്ഞ് സാങ്മയുടെ മകൾ അടക്കമുള്ളവർ ഉണ്ടാക്കിയ പാർട്ടിയാണ് NPP. അതുകൊണ്ട് തന്നെ അവർ BJP പാളത്തിലേക്ക് പോയാൽ
ഒരിക്കലും നമ്മൾ അതിശയിക്കേണ്ടതില്ല. അതുകൊണ്ട് മേഘാലയയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായാൽ പോലും അധികാരം എന്നുള്ളത് വളരെ ദൂരത്ത് തന്നെയാണ് ഇപ്പോഴും. അതുമാത്രവുമല്ല, കഴിഞ്ഞ തവണ 27 സീറ്റുകളായിരുന്നു മേഘാലയയിൽ കോൺഗ്രസിനുണ്ടായിരുന്നത്. മറ്റുള്ളവരോടൊപ്പം ചേർത്തുള്ള ഭരണമായിരുന്നു മേഘാലയയിൽ നടത്തിക്കൊണ്ടിരുന്നത്. ആ തലത്തിലേക്ക് ഉള്ള ഒരു വിലപേശലിലേക്ക് പോലും കാര്യങ്ങൾ എത്തിക്കാൻ കോൺഗ്രസിനാകും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. അവിടേക്ക് 2 മുതിർന്ന നേതാക്കളെ തന്നെ കോൺഗ്രസ് അയച്ചിട്ടുണ്ട് എങ്കിൽ പോലും. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ത്രിപുരയിൽ വലിയ തോതിൽ CPM-ന് തിരിച്ചടിയുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. CPM കേരള സംസ്ഥാനത്ത് മാത്രം അധികാരത്തിലുള്ള ഒരു പാർട്ടിയായി മാറുകയാണ് എന്ന് വേണം നമ്മൾ ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ BJP 38 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന നിലയാണ് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരങ്ങളിലുള്ളത്. CPIM 21 സീറ്റുകളിൽ മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. അത് വീണ്ടും താഴോട്ട് പോയിരിക്കുന്നു. 20 സീറ്റുകളിൽ മാത്രമായിട്ട് CPIM ലീഡ് ചെയ്യുന്ന നിലയാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് സാഹചര്യം. 38 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുകയാണ്. BJPയുടെ വിജയം പ്രവചിക്കാവുന്ന കൃത്യമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. BJP ആയിരിക്കും ത്രിപുര ഭരിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോൾ ഇനി അങ്ങോട്ട് സംശയം വേണ്ടതില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ. 11:19 സമയം. ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. എങ്കിലും CPM പ്രവർത്തകരും അനുയായികളുമായിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ നേരിയ വോട്ടിൻ്റെ വ്യത്യാസമൊക്കെയുള്ള ലീഡിൻ്റെ വ്യത്യാസമൊക്കെയുള്ള മണ്ഡലങ്ങൾ ഇപ്പോഴും ഉണ്ടാകാം. ഇപ്പോഴും ഒരുപക്ഷെ പ്രതീക്ഷ വെക്കുണ്ടാകാം. പക്ഷേ എങ്കിലും BJP ആ സംസ്ഥാനം ഭരിക്കാൻ പോകുന്നു. 25 വർഷം നീണ്ട ഇടത് സർക്കാരിൻ്റെ ഭരണത്തിന് തിരശ്ശീല വീണിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇനി കേരളം മാത്രമാണ് CPM-ന് അധികാരമുള്ള ഒരേയൊരിടം. കേരളത്തിലെ ഒരു പാർട്ടിയായിട്ട് CPM മാറിയിരിക്കുന്നു എന്ന ആ ഭാഗത്തുള്ള ആളുകൾക്ക് ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. BJP 38 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. BJPക്ക് വലിയ സന്തോഷമുണ്ടാക്കാവുന്ന വിധി ത്രിപുരയിൽ നിന്ന് വന്നിരിക്കുന്നു. ഏതാണ്ട് എല്ലാ മേഖലകളിലും, ആദിവാസി മേഖലകളിലും ബംഗാളി ജനവിഭാഗം താമസിക്കുന്ന മേഖലകളിലും വലിയ മുന്നേറ്റം നടത്തി തന്നെയാണ് BJP ഈ മുന്നേറ്റമുണ്ടാക്കിയിട്ടുള്ളത് എന്നതാണ്. എന്ന് മാത്രമല്ല BJPക്ക് നേരിട്ട് തന്നെയും സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ജനപ്രിയ മുഖ്യമന്ത്രി എന്ന നിലക്ക് വലിയ ദേശീയ തലത്തിൽ തന്നെയും പേരുണ്ടായിരുന്ന മണിക് സർക്കാർ തന്നെയും കുറേ നേരത്തേക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പിന്നിലായിരുന്നു എന്ന വിവരം കൂടെ നമുക്കൊപ്പം ഉണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു. അദ്ദേഹം വിജയിച്ചേക്കാം എന്ന സാഹചര്യമാണുള്ളത്. നേരത്തെ സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്തേക്ക് കടന്നു വരുമ്പോൾ, പാർട്ടി ഓഫീസിലേക്ക് കടന്നു വരുമ്പോൾ മാധ്യമപ്രവർത്തകർ പ്രതികരണത്തിനായി മൈക്കുകൾ നീട്ടിയെങ്കിലും അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം സംസാരിക്കാതെ പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ മറ്റ് പ്രതികരണങ്ങൾ കൂടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, ത്രിപുര സംസ്ഥാന അധ്യക്ഷൻ ബിപ്ലവ് സർക്കാർ, അദ്ദേഹം ഇത് നരേന്ദ്രമോദി വേവ് എന്നതിനേക്കാൾ മണിക് സർക്കാർ വിരുദ്ധ തരംഗമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അത് ശ്രീ KVS ഹരിദാസും ശ്രീ ആനത്തലവട്ടമാനന്ദൻ CPM നേതാവ്, അദ്ദേഹം കൂടെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ശ്രീ ആനത്തലവട്ടമാനന്ദൻ, CPM നേതാവ് എന്ന നിലക്ക് അങ്ങേയറ്റം ദുഃഖകരമായൊരു സാഹചര്യമാണല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉണ്ടാവുക. താങ്കളുടെ പാർട്ടി 3 സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു, അത് 2ആയി ചുരുങ്ങി ഇപ്പോൾ കേരളം മാത്രമായിട്ട് ചുരുങ്ങുന്ന സാഹചര്യമാണ്. ഇനി അങ്ങോട്ട് ഇനിയും ഒരു അട്ടിമറിയൊക്കെ ഉണ്ടാകും എന്ന പ്രതീക്ഷ ഇപ്പോഴും വെക്കുന്നുണ്ടോ താങ്കൾ? ഇല്ല, അങ്ങനെ അട്ടിമറിയുടെ പ്രതീക്ഷയൊന്നുമില്ല. ഇത് മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒരു പരാജയമാണ്. ആ ആപത്ത് ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കാൻ ത്രിപുര തെരഞ്ഞെടുപ്പ് ഫലം കൂടി സൂചന നൽകുന്നുണ്ട്. ത്രിപുരയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, ത്രിപുരയുടെ ഭരണത്തെക്കുറിച്ച് ഇന്ന് ജയിച്ച BJPക്ക് പോലും ആക്ഷേപം പറയാൻ കഴിയുന്ന തരത്തിലായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ ലളിത ജീവിതം, അഴിമതിരഹിത ഭരണം, ജനങ്ങൾക്കെല്ലാം തൃപ്തികരമായ രീതിയിലുള്ള ഭരണം നടത്തിക്കൊണ്ടുപോയ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ കേന്ദ്ര ഭരണവും അവിടെ ഇലക്ഷൻ മാനേജ്മെൻറ്റ്, BJPയുടെ ഇലക്ഷൻ മാനേജ്മെൻറ്റ്, അത് പണമാണ് പ്രധാനം, അധികാരവും പണവും ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ വിഘടനവാദ ശക്തികളെ, ശിഥിലീകരണ ശക്തികളെ ഒക്കെ പ്രോത്സാഹിപ്പിച്ച് അവരെയും കൂട്ടുപിടിപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണിത്. ആ തെരഞ്ഞെടുപ്പ് BJP ജയിച്ചിട്ടുണ്ട്. ആ BJPയുടെ ജയം വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്നതായിരിക്കും. അവിടെ പോയി കേന്ദ്ര പ്രധാനമന്ത്രിയും മറ്റുള്ള മന്ത്രിമാരുമൊക്കെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം, ആ വാഗ്ദാനം കഴിഞ്ഞ 14 തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനമാണ്. ആ ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നുപോലും നടപ്പാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ത്രിപുരയിലെ പിന്നോക്കം നിൽക്കുന്ന അവർക്കിടയിലും വലിയ പ്രതീക്ഷ നൽകുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകിയാണ് അവിടെ ന്യായമായ അധികാരത്തിൽ നിന്ന ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊക്കെ മെനഞ്ഞിട്ടുള്ളത്. അവരുടെ ഇലക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ വിജയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
അങ്ങനെ ചെറുതാക്കാനാകുന്നതാണോ ശ്രീ ആനന്ദൻ? ഈ സാഹചര്യത്തിലെങ്കിലും അങ്ങനെ ചെറുതാക്കാനാകുന്നതാണോ നമ്മുടെ മുന്നിലുള്ള സാഹചര്യം? അതായത് 18 സീറ്റുകളിലേക്ക് മാത്രമായിട്ട് ഇപ്പോൾ 22 എന്നുള്ളത് 18ലേക്കായിട്ട് CPM ചുരുങ്ങിയിരിക്കുകയാണ്. 40 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നതെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ചിത്രം. 40 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നു, 18 മാത്രമാണ് CPIM മുന്നിട്ട് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഇത്ര വലിയൊരു തിരിച്ചടി ഉണ്ടാകും. ഈ പറയുന്ന സർവേ ഫലങ്ങളൊക്കെ അങ്ങനെ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും ഇനിയിപ്പോൾ പരാജയപ്പെട്ടാൽ തന്നെയും അത് വല്ലാത്ത തോതിലുള്ള അപമാനകരമായ പരാജയമാവില്ല എന്ന വിചാരം ആ പാർട്ടിയുടെ CPM-കാർക്ക് എങ്കിലും ഉണ്ടായിരുന്നല്ലോ സ്വാഭാവികമായിട്ടും. ഇതിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സൗകര്യങ്ങൾ, മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ പറയുമ്പോഴും സംസ്ഥാനം ഭരിച്ചിരുന്നത് 25 വർഷക്കാലമായിട്ട് എതിരാളികളില്ലാതെ ഈ CPM ആയിരുന്നു. അപ്പോൾ ത്രിപുരയിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് അവിടെ ആവശ്യമായിട്ടുള്ള വികസനം കൊണ്ടുവരാനൊന്നും പറ്റിയിട്ടില്ല എന്നൊരു കുറ്റസമ്മതം കൂടെ നടത്തേണ്ടുന്ന സാഹചര്യം ഇപ്പോഴില്ലേ? വികസനപരമായിട്ട് വല്ലാതെ പിന്നോക്കം നിൽക്കുകയാണ് ഈ സംസ്ഥാനം എന്നതായിരുന്നു BJP-യുടെ പ്രചാരണം. അതുകൊണ്ട് വികസനം ഉണ്ടാക്കുന്നതിൽ പരാജയം പറ്റിയിട്ടുണ്ട് എന്നൊരു കുറ്റസമ്മതം കൂടെ നടത്തിയതിനു ശേഷം വേണ്ടേ രാഷ്ട്രീയമായിട്ട് മറ്റു കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ? അല്ല, നിങ്ങൾക്കെങ്കിലും മാധ്യമപ്രവർത്തകർക്കെങ്കിലും ത്രിപുരയിലെ ഭരണത്തെക്കുറിച്ച് ഏതെങ്കിലും തരം വിമർശനം ഉണ്ടായിരുന്നോ ഇതുവരെ, ഈ റിസൾട്ട് വരുന്നവരെ? അപ്പം ഈ റിസൾട്ട് ആ ത്രിപുരയിലെ വികസനത്തിലുള്ള പിന്നോക്കാവസ്ഥയാണ്, ഇന്ത്യയുടെ പിന്നോക്കാവസ്ഥയുടെ ഭാഗമാണ് ത്രിപുരയിൽ കിടക്കുന്നത്. അതിനപ്പുറം ത്രിപുരയിൽ മാത്രം അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ വൈകല്യം കൊണ്ട് പിന്നോക്കമായെന്ന് പറയാൻ ഒക്കുക. ത്രിപുരയുടെ റിസോഴ്സസ് ഉണ്ട്, ആ റിസോഴ്സസ് വെച്ചിട്ടാണ് അവിടെ അവരുടെ കാര്യങ്ങൾ നടത്തുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഒരിക്കലും അത് UPA ഗവൺമെൻറ് ആയാലും NDA ഗവൺമെൻറ് ആയാലും ത്രിപുരയെ വേണ്ടത്ര സഹായിച്ചിട്ടില്ല. അപ്പോൾ ത്രിപുരയുടെ പരിമിതമായ റിസോഴ്സസ് വെച്ചുകൊണ്ട് ത്രിപുരയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ചെയ്തു. അതവിടെ ദൂർത്തോ അധികാര ദുർവിനിയോഗമോ നടത്തി ആ റിസോഴ്സസ് തട്ടിക്കൊണ്ടുപോയെന്ന് ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ? ഇല്ല. പക്ഷേ അവിടെ പോയി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പറയുകയാണ് എല്ലാവർക്കും സ്മാർട്ട് ഫോൺ, എല്ലാ സൗകര്യം, 7ാം ശമ്പള കമ്മീഷൻ ശുപാർശ നടപ്പാക്കുകയും പട്ടണ പ്രദേശത്തുള്ള ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സ്വാധീനിക്കുന്ന വിധത്തിൽ അതെല്ലാം അവിടെ നടപ്പാക്കുമെന്ന് പറയുക. ഇതൊക്കെ ഇതിനു മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് ആയാലും ശരി, അത് UPA ആയാലും NDA ഗവൺമെൻറ് ആയാലും ആ സംസ്ഥാനത്തെ സഹായിക്കാതെ അവഗണിച്ച് ഒരു അതിർത്തി സംസ്ഥാനം, അവിടെ വിഘടനവാദികൾ, തീവ്രവാദികൾ ആ സംസ്ഥാനത്തിന് ഭീഷണിയായി നിൽക്കുന്നുണ്ട്. അവരെയും പ്രാദേശികമായി സംസ്ഥാനം തന്നെ വെട്ടിമുറിക്കാം, നിങ്ങൾക്കൊരു പ്രത്യേക സംസ്ഥാനം തരാം എന്ന വ്യാമോഹമൊക്കെ കൊടുത്തുകൊണ്ട് അവരെയും കൂട്ടുനിർത്തി ആണ് ഈ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഫലത്തിൽ ഇങ്ങനെ വരുന്നതിൽ ഇനി ഏതെങ്കിലും ഇത്രയും വരുമോ എന്ന് ചോദിച്ചാൽ ഒരു വികാരപരമായ മാറ്റം വന്നു കഴിഞ്ഞാൽ പ്രാദേശികമായ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാമെന്നുള്ള മുദ്രാവാക്യം പോലും അവർക്ക് സംഭാവന നൽകിയിട്ട് നടത്തിയ തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ സ്വാഭാവികമായി ഈ റിസൾട്ട് വരാനിടയുണ്ട്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതാണ് ശ്രീ KVS അതൊക്കെ നമ്മുടെ നാടിന് നല്ലതാണോ ദോഷം ചെയ്യുമോ എന്ന് കണ്ട് കാത്തിരുന്ന് കാണാം. ശ്രീ KVS ഹരിദാസ്, അദ്ദേഹം പരാജയം അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, അത് വസ്തുത തന്നെയാണ്. പക്ഷേ അപ്പോഴും അതിനെ വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുക സാധ്യമായിട്ടുള്ള കാര്യമാണ്. ഒന്ന്, 25 വർഷമായിട്ടൊരു സംസ്ഥാനം ഭരിക്കുകയാണ് ആ സർക്കാർ, അതിൻ്റേതായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. രണ്ടാമത്തേത്, ഈ വാഗ്ദാനങ്ങൾ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? നമ്മൾ ഇതുവരെ അനുഭവിച്ചു വന്നതിനേക്കാൾ കൂടുതൽ ഗുണപരമായ കാര്യങ്ങൾ ലഭിക്കും എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി, രാജ്യം ഭരിക്കുന്ന പാർട്ടി വന്ന് പറയുമ്പോൾ അതിനകത്ത് ആളുകൾ വീണുപോവുക എന്നതുണ്ടാവുകയില്ലേ? ഒടുവിൽ ആ വാഗ്ദാനം പാലിക്കപ്പെടുമോ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. അങ്ങനെ വാഗ്ദാനങ്ങൾ കൊണ്ടും മാനേജ്മെന്റ് കൊണ്ടും നേടിയെടുത്തതാണ് രാഷ്ട്രീയമായിട്ട് ദോഷമായിട്ടുള്ള ഫലമാണ് ഉണ്ടാക്കുക എന്ന CPM-ന്റെ വിശകലനം. അത് ശ്രീ ആനന്ദവട്ടം ആനന്ദൻ അല്പം മുമ്പ് പറഞ്ഞ ആ കാര്യങ്ങളുടെ വിശദീകരണമായിരിക്കും, അല്ലെങ്കിൽ വിപുലീകരിച്ച രൂപമായിരിക്കും CPM ഔദ്യോഗികമായിട്ട് അത് സംബന്ധിച്ച് പുറത്തേക്ക് പറയാൻ പോകുന്നത് കുറച്ചു കഴിഞ്ഞാൽ. അത് പൂർണ്ണമായിട്ടും തെറ്റാണ്, മാനേജ്മെന്റിന്റെയും വാഗ്ദാനങ്ങളുടെയും ഫലമായിട്ട് ഉണ്ടായ വിജയം മാത്രമല്ല എന്ന് BJP എങ്ങനെ പറയും? അല്ല, ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ എന്നേക്കാളൊക്കെ എത്രയോ അനുഭവ സമ്പത്തുള്ള ആളാണ് സഖാവ് ആനത്തലവട്ടം. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അത് അദ്ദേഹത്തിനും അറിയാവുന്ന കാര്യമാണ്. കാരണം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എല്ലാ പാർട്ടികളും കൊടുക്കാറില്ലേ? ഒരു നിമിഷം പ്രധാനപ്പെട്ട BJP-യുടെയും RSS-ന്റെയും പണക്കൊഴിപ്പും കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണമായ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുള്ള പ്രവർത്തനങ്ങളും എല്ലാം സൂചിപ്പിക്കുന്നത് മതേതര ജനാധിപത്യ ശക്തികളുടെ കൂട്ടായ്മ അനിവാര്യമാണ് എന്നുള്ളതാണ്. തീർച്ചയായും പണമൊഴുക്കിയും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ മുഴുവൻ സ്വാധീനം ഉപയോഗിച്ചുമാണ് ഈ
വിജയത്തിലേക്ക് അവർക്ക് എത്താൻ കഴിയുന്നത്. ഞാൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ കോൺഗ്രസിൻ്റെ ചാർജുള്ള സെക്രട്ടറിയായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പ്രവർത്തിച്ചതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന സന്ദർഭങ്ങളിൽ ആ ഗവൺമെൻറ്റുകളുടെ സ്വാധീനം തീർച്ചയായും ആ പ്രദേശങ്ങളിൽ ഉണ്ടാകുക സ്വാഭാവികമാണ്. അപ്പോൾ അത് ഇവരുടെ വിജയത്തിന് കുറേ സഹായമായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. സ്വാധീനവും പണക്കൊഴുപ്പും പറയുന്നതോടൊപ്പം പാർട്ടിക്കുണ്ടായ കോൺഗ്രസിനുൾപ്പെടെയുള്ള പാർട്ടികൾക്കുണ്ടായ ക്ഷീണം പരിഹരിക്കുന്നതിൽ അതൊരു യാഥാർത്ഥ്യബോധം അത് തീർച്ചയായിട്ടും അതും തീർച്ചയായും അത് പരിശോധിക്കുന്നൊരു കാര്യമാണ്. പരാജയത്തെപ്പറ്റി പരിശോധിക്കും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ, ജനാധിപത്യ മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോയതുകൊണ്ടാണ് ത്രിപുരയിൽ ഈ ഒരു പരാജയം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത് സൂചിപ്പിക്കുന്നത് ദേശീയ തലത്തിൽ തന്നെ ഒരു ജനാധിപത്യ മതേതര ബദൽ ഉണ്ടാകണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളതായിരുന്നു അവരുടെ സമീപനം. അതിനേറ്റ ഏറ്റവും കനത്ത തിരിച്ചടിയാണ്. സീതാറാം യെച്ചൂരിയുടെ നയം ശരിയാണ് എന്ന് ഇതിലൂടെ ബോധ്യപ്പെട്ടിരിക്കുന്നു. ശ്രീ KVS ഹരിദാസ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ആനന്ദവട്ടമാനന്ദൻ, ഏറ്റവും പ്രധാനമായിട്ടും കേരളത്തിലടക്കം ഇനി അങ്ങോട്ട് ഇടത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ശ്രീ രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണമായിട്ട് പറഞ്ഞത്. അത് സീതാറാം യെച്ചൂരിയുടെയും ആ പാർട്ടിക്കകത്തുള്ള ലൈന്, കോൺഗ്രസുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ചുള്ള ലൈൻ സംബന്ധിച്ചാണ്. അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മാറി ചിന്തയ്ക്ക് ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ് വിധി കാരണമാകേണ്ടതുണ്ടോ? അതായത് BJP ഒരു വലിയ ശക്തിയാണ്, എതിർക്കാൻ എല്ലാവരുമായിട്ടുള്ള സഖ്യം വേണം, കോൺഗ്രസിനോടും ചേർന്ന് നിൽക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായത്തിലേക്ക് പാർട്ടി എത്തേണ്ടുന്ന സാഹചര്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ടോ? ശ്രീ ആനന്ദവട്ടം, താങ്കൾ കേട്ടോ? എന്നോടാണോ? ഞാൻ വിചാരിച്ച ഹരിദാസിനോടാണ് ചോദിക്കുന്നത്. അല്ല, ഒന്നുകൂടെ പറഞ്ഞോ, ഞാൻ അതായത് രമേശ് ചെന്നിത്തല പറഞ്ഞത് മതേതര ശക്തികളുടെ സഖ്യം വേണം, കൂട്ടായ്മ വേണം എന്നതാണ് ഈ വിധികൾ തെളിയിക്കുന്നത്. അത് സീതാറാം യെച്ചൂരി CPM-നകത്തെടുത്ത ലൈനുമായി ബന്ധപ്പെട്ട് അതാണ് ശരി എന്ന നിലപാട് സ്ഥാപിക്കാൻ കൂടിയാണ് അദ്ദേഹം ചുരുങ്ങിയ സമയം സംസാരിച്ചപ്പോൾ ശ്രമിച്ചത്. അത് അത്തരത്തിൽ CPM മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നതിനുള്ള തെളിവല്ലേ ത്രിപുരയിലെ വിധി? അല്ല, ഈ ത്രിപുരയിലെ വിധി മതേതര ശക്തികളുടെ യോജിപ്പില്ലായ്മ മാത്രമാണ് എന്ന് കാണുന്നത് ശരിയല്ല. അവിടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ട് വരുന്നതിൽ ഈ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഓരോ തവണയും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ പാവപ്പെട്ടവൻ കൂടുതൽ കൂടുതൽ പാപ്പരീകരിക്കപ്പെടുകയും സമ്പന്നന്മാർ കൂടുതൽ സമ്പന്നന്മാരാകുകയും ചെയ്യുന്നു. അതാണ് ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് തന്നെ. ഇന്ത്യൻ സമ്പത്തിൻ്റെ 73% 1% വരുന്ന അതിസമ്പന്നന്മാരുടെ കയ്യിലാണ്. 99% വരുന്ന ജനങ്ങൾക്ക് 27% സമ്പത്തിനെ അവകാശമുള്ളത്. ആ ഡിസ്പാരിറ്റി, ആ നയം, സാമ്പത്തിക നയം മാറ്റുന്നതിനുള്ള നയസമീപനം സ്വീകരിക്കാതെ ഈ തെരഞ്ഞെടുപ്പ് വിധികളെ മാറ്റിത്തീർക്കാൻ സാധിക്കില്ല. സമ്പത്ത് കൈവശമുള്ളവർ ആധിപത്യം ചെലുത്തുന്നുണ്ട്, പണാധിപത്യമാണ്. ആ പണാധിപത്യം കേന്ദ്രീകരിക്കാൻ സൗകര്യം കൊടുക്കുന്ന നയത്തിനെതിരായി ആ പണാധിപത്യത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന ജനങ്ങളെയാകെ യോജിപ്പിച്ച് നിർത്തിയിട്ടുള്ള പോരാട്ടമല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം വെച്ചുകൊണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഏച്ചുകെട്ടുണ്ടായാൽ ഇതിന് പരിഹാരം കാണുമെന്നുള്ള തെറ്റ്. പക്ഷേ ശ്രീ അവിടെയുള്ളൊരു പ്രശ്നം ഇപ്പോൾ ബംഗാളിൽ ഇതേ നയനിലപാടുകളുമായിട്ട് CPM എത്രയോ കാലമായിട്ട് ഭരിച്ചെടുത്ത് തിരിച്ചു വരാൻ CPM-ന് സാധിച്ചിട്ടേയില്ല. ഇപ്പോൾ ത്രിപുരയിലാണെങ്കിൽ 25 വർഷമായിട്ട് ആ സംസ്ഥാനം ഉണ്ടായതിനു ശേഷം ഒരിക്കലും ഭരണത്തിൽ നിന്ന് അധികാരം മാറി നിൽക്കാനാകാതിരുന്ന, അല്ലെങ്കിൽ അവരുടെ ആ ജനതയുടെ വികാരങ്ങൾക്കൊപ്പമായിരുന്നു എന്ന് അവകാശപ്പെടുന്ന CPM ഇപ്പോൾ പുറത്തായിരിക്കുന്നു. BJP അവിടെ വരികയാണ്. ഇത് ആത്യന്തികമായിട്ട് സംഘടനയും ഈ പറയുന്ന രാഷ്ട്രീയം പ്രചരിപ്പിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടാകണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അധികാരം രണ്ടിടത്ത് പോയി കഴിഞ്ഞു. അപ്പോൾ അവിടെ സംഘടനയും സംവിധാനങ്ങളും ഉണ്ടാക്കാനെങ്കിലും ഈ മതേതര പാർട്ടികളുടെ കൂട്ടായ്മ വേണം. കോൺഗ്രസ് പോലെ രാജ്യത്തെല്ലായിടത്തും ഇടങ്ങളുള്ള, സ്പേസ് ഉള്ള ഒരു പാർട്ടിയോടൊപ്പം ചേരുന്നത്, അവരെ കൂടെ സഖ്യത്തിനകത്തേക്ക് കൊണ്ടുവരുന്നത് ഗുണപരമായിട്ടാണ് വരിക എന്നതല്ലാതെ ഇങ്ങനെ സംഘടനാപരമായിട്ടും തീർന്നു കഴിഞ്ഞൊരു CPM-ന് ഈ രാഷ്ട്രീയ ആശയങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ, പ്രചരിപ്പിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? മാറി ചിന്തിക്കുന്നതല്ലേ നല്ലത്? ഒറ്റ കാര്യം നോക്കൂ, ഈ നയങ്ങളെ, കോൺഗ്രസിന്റെയും BJP-യുടെയും ഈ സാമ്പത്തിക നയങ്ങളെ എതിർക്കുന്ന ഒരു സമീപനമാണല്ലോ ഞങ്ങൾ എടുത്തിട്ടുള്ളത്.
ആ സാമ്പത്തിക നയങ്ങളിൽ നിന്ന് മാറ്റം വരുത്താൻ കോൺഗ്രസിന്റെ കൂടെ യോജിച്ചാൽ ഈ ത്രിപുരയിൽ രക്ഷപ്പെടുമോ? കോൺഗ്രസുമായി ധാരണ ഉണ്ടാക്കിയിട്ട് ബംഗാളിൽ രക്ഷപ്പെട്ടോ? കോൺഗ്രസും BJPയും കൂടി ചേർന്നല്ലേ ഈ ഗതി ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും രണ്ട് പാർട്ടികൾ തമ്മിൽ കൂട്ടുകെട്ടുണ്ടായതിന്റെ ഫലമായി ജനങ്ങളുടെ ഈ ദുഃഖവും ദുരിതവും മാറുമെന്ന് കരുതുന്നുണ്ടോ? ജനങ്ങളുടെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കിടക്കാനിടമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് അവർ കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നതിനെതിരായ ഒരു നയ സമീപനം സ്വീകരിക്കണ്ടേ? ആ നയ സമീപനം സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ? മറ്റ് പാർട്ടികൾ തയ്യാറുണ്ടോ? അങ്ങനെ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഇതിനെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇത് സമ്പത്ത് കേന്ദ്രീകരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഭരണമാണ്. അതിന്റെ ഫലമായി ചൂഷണത്തിന് വിധേയരാകുന്ന ജനങ്ങളെയാകെ യോജിപ്പിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കാൻ ഏത് പാർട്ടിയായാലും ആ പാർട്ടികൾ തമ്മിൽ യോജിച്ചെങ്കിൽ മാത്രമേ അതിന് സാധിക്കൂ. ആ ചൂഷണത്തിനെതിരായി യോജിക്കാൻ കഴിയുന്ന പാർട്ടികളുടെ ഐക്യമാണ് പ്രധാനം. ഇത് ഈ ചൂഷകന്മാരുടെ കൂടെ നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി കൂട്ടുകെട്ടുണ്ടാക്കിയാൽ രക്ഷപ്പെടുമോ? അനുഭവമുണ്ടോ? എവിടെയെങ്കിലും മുൻകാല തെരഞ്ഞെടുപ്പുകളൊക്കെ അത് കാണുന്നുണ്ടോ? ഇപ്പോഴും അങ്ങനെ ഒരു തിരിച്ചു ചിന്തിക്കുന്ന സാഹചര്യമുണ്ടെന്ന് CPM നേതാക്കൾ കാണുന്നില്ല. ഞാൻ തിരിച്ചു വരാം ശ്രീ താങ്കളിലേക്ക്. ശ്രീ രാം മാധവ്, BJP വക്താവ്, വാർത്താ സമ്മേളനം ഈ തെരഞ്ഞെടുപ്പ് വിധി സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം അല്പസമയത്തിനകം വരും. അതിനായിട്ട് മാധ്യമപ്രവർത്തകരെ കാണാൻ വേണ്ടി തയ്യാറെടുക്കുന്ന രാം മാധവനെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ശ്രീ KVS ഹരിദാസ്, അദ്ദേഹം വാർത്താ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ആ ചുരുങ്ങിയ സമയം കൊണ്ട് നോക്കൂ, ഈ കോൺഗ്രസും ഈ പറയുന്ന പ്രതിപക്ഷ സംഘങ്ങളുടെ ആകപ്പാടെയുള്ള ഐക്യം എന്നത് എന്തായാലും സാധിക്കുന്ന കാര്യമല്ല. അതിപ്പോൾ എവിടെയാണെങ്കിൽ തന്നെയും അതിപ്പോൾ പ്രധാനവുമല്ല. ത്രിപുര കൂടെ നഷ്ടപ്പെട്ട CPM അത്രയ്ക്ക് ദുർബലമാവുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ തന്നെയും അങ്ങനെ ഒറ്റ പ്രതിപക്ഷം എതിർക്കുന്ന ഒരേ ഒരു സംഘം എന്ന നിലയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ BJPക്ക് കുറെ കൂടെ എളുപ്പമാകും 2019 തെരഞ്ഞെടുപ്പ്. നേരത്തെ ആയേക്കാം ഒരു പക്ഷേ അങ്ങനെ തെരഞ്ഞെടുപ്പ് എന്ന് പ്രതീക്ഷയുണ്ടാകും എന്നതായിരിക്കുമോ സന്തോഷകരമായ സാഹചര്യം BJPക്ക്? അല്ല, 2019 ഒരു പ്രതിപക്ഷം ഉണ്ടാകാനുള്ള സാധ്യത കുറയല്ലേ ചെയ്യുന്നത്. ഇപ്പോ ആനത്തലോട്ട് സഖാവ് പറഞ്ഞതും നമ്മൾ കാണേണ്ടതുണ്ട്. ഈ കോൺഗ്രസ് സഖ്യം സംബന്ധിച്ചുള്ള യെച്ചൂരിയൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകളില്ലേ സനീഷെ, നമ്മളൊന്ന് സത്യസന്ധമായിട്ട് വിലയിരുത്തി നോക്കൂ. അങ്ങനെ ഒരു കോൺഗ്രസുമായിട്ട് കൂട്ടുകെട്ട് ഉണ്ടാക്കിക്കൊണ്ട് CPMന് എന്ത് നേട്ടം ഏത് സ്റ്റേറ്റിലാണ് ഉണ്ടാകാൻ പോകുന്നേ? വസ്തുതാപരമായിട്ട് ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ ത്രിപുരയിൽ 59 സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചിരുന്നു. അവിടെ പോയിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് BJPയെ തോപ്പിക്കണമെന്നാണ്, അല്ലാതെ മണിക് സർക്കാർ ഗവൺമെന്റിനെതിരായിട്ടല്ല. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് അവിടെ CPMനെ സഹായിക്കുക ചെയ്തത് ഇത്തവണ. തീരെ അവിടെ നിന്ന് വൈപ്പ് ഔട്ട് ആയിട്ടില്ല പാർട്ടി. അപ്പൊ യഥാർത്ഥത്തില് തെരഞ്ഞെടുപ്പ് പ്രചാരണം തീരുന്ന ദിവസം ഉച്ചയ്ക്ക് മാത്രമാണ് രാഹുൽ ഗാന്ധി ത്രിപുരയിൽ എത്തിയത് എന്നത് കാണേണ്ടതുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ CPMും കോൺഗ്രസും തമ്മിലുള്ള രഹസ്യ ബാന്ധവമല്ലേ ത്രിപുരയിൽ നമ്മൾ കണ്ടത്. ഇനി ആകപ്പാടെ ഇവർക്ക് യോജിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ് ഉള്ളത് കേരളം മാത്രമാണ്. അവിടെ കോൺഗ്രസിനും CPMനും സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ? അതല്ലാതെ ഇന്ത്യയിൽ ഒരിടത്തും കോൺഗ്രസുമായിട്ട് കൂട്ടിച്ചേർന്നത് കൊണ്ട് CPMന് നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. അക്കാര്യത്തിൽ ഞാൻ പിണറായി വിജയനും മറ്റും എടുക്കുന്ന നിലപാട് ശരിയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. വേറൊന്ന്, കോൺഗ്രസിന് എവിടെ ആ നിലയിൽ ഒരു അസ്തിത്വം ഉണ്ടാക്കാൻ പോകുന്നത്? ഇപ്പൊ രാഹുൽ ഗാന്ധി അധികാരമേറ്റതിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും അവർ പരാജയപ്പെട്ടില്ലേ? ഹിമാചൽ തോറ്റു, ഗുജറാത്ത് തോറ്റു, ഇപ്പൊ ത്രിപുരയും നാഗാലാൻഡും നഷ്ടപ്പെട്ടു. മേഘാലയയിൽ ഏതാണ്ട് ഒരു തൂക്ക് നിയമസഭയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അവിടെയും കോൺഗ്രസ് ജയിച്ചിട്ടില്ല, അവർക്ക് ഭരണമുണ്ടായിരുന്ന സംസ്ഥാനമാണ്. അപ്പൊ ഈ നിലയിൽ അവർക്ക് എവിടെയാ തിരിച്ചു വരാൻ പറ്റുന്ന കോൺഗ്രസിന്? ഇന്ത്യയില് പ്രതിപക്ഷം എന്ന നിലയിൽ ഇവരെല്ലാവരും ഒത്തുകൂടിയാൽ പോലും BJPക്ക് ഒരു ചലഞ്ച് എന്ന നിലയിൽ ഉയർന്നു വരാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഈ 3 സംസ്ഥാനങ്ങളിൽ 180 MLA ഉള്ളെങ്കിലും ഏതാണ്ട് 50-53 ലക്ഷം വോട്ടർമാരെ ഉള്ളുവെങ്കിലും ഇവിടെ ഒരു സ്ഥലത്തെങ്കിലും കോൺഗ്രസ് ജയിച്ചിരുന്നുവെങ്കിൽ അവർക്ക് പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കാമായിരുന്നു. ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് പറയാൻ കഴിയുമായിരുന്നു. അതുപോലും നഷ്ടപ്പെടുത്തി കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും. അതാണ് സാഹചര്യമാണുള്ളത്. ഞാൻ തിരിച്ചു വരാം ശ്രീ KVS ഹരിദാസ് താങ്കളിലേക്ക്. ശ്രീ രാം മാധവ്, BJP വക്താവ്, വാർത്താ സമ്മേളനം നടത്തുകയാണ്. അതിലേക്ക്
कार्यकर्ता शांत रहे। अरे शांत रहो यार मुख्य सबको चुप कराओ ना, जो भी बात कर रहे हैं उसको रुकवा दो। मित्रों, त्रिपुरा के असेंबली के चुनाव में अभी तक जो नतीजों का रुझान है वह इस राज्य में बीजेपी को सरकार बनाने की दिशा में ले जाने वाले रुझान है। उससे हम संतुष्ट हैं। अंतिम नतीजा के लिए स्वाभाविक ही हम सब प्रतीक्षा करेंगे, पर हमें पूरा विश्वास है कि 40 से अधिक सीट लेकर इस राज्य में एक परिवर्तनकारी और स्थायी सरकार निर्माण करने में आज शाम होते होते बीजेपी कामयाब होगी। हम माता त्रिपुर सुंदरी का जो आशीर्वाद मिला है और त्रिपुरा की जनता का जो आशीर्वाद मिला है, उसी के चलते इस प्रकार के एक रिवॉल्यूशनरी रिजल्ट को हम देख पा रहे हैं, ऐसा हमको लगता है। इट्स ए हिस्टोरिक वेरिडिक्ट और इस वेरिडिक्ट के पीछे स्वयं प्रधानमंत्री जी का बहुत मेहनत रही है। न केवल वे 4 बार इस राज्य में सभाओं को संबोधित किया, बल्कि लगभग आने रेगुलर बेसिस यहाँ के चुनाव की तैयारी जो बीजेपी कर रही थी उसका मॉनिटर कर रहे थे। हमारे राष्ट्रीय अध्यक्ष भी बहुत ही ध्यान से, बहुत ही फोकस्ड इस चुनाव की दृष्टि से उन्होंने भी एफर्ट किया। उन्होंने काफी समय यहां बिताया और उनके अलावा मुझे तो ये जरूर कहना ही होगा कि हमारे जो राज्य के कार्यकर्ताओं ने जिस प्रकार की परिस्थिति में ये मेहनत किया वो तो बहुत ही अभिनंदन योग्य प्रयास है। यहाँ बहुत हिंसा का माहौल था, दबाव था, दमन था, उसमें भी उन्होंने काफी मेहनत से काम किया है। और उनको जिन्होंने लीड किया है, ऐसे प्रदेश अध्यक्ष विप्लव देव तो है ही, साथ में हमारे सुनील देवधर जी भी नॉर्मली प्रभारी राज्य में आवागमन करते हैं, बट सुनील जी पिछले 2 साल यहां रहकर पूरे बूथ स्तर तक का पार्टी के संगठन को खड़ा करने में भी मेहनत किए है। और पिछले 3 महीने में हेमंत जी भी प्रभार जब से मिला, राज्य का अपना जिम्मेदारी मंत्री के नाते असम में संभालते हुए भी पर्याप्त समय देकर यहां उन्होंने पूरा ध्यान देकर विशेषकर चुनाव को संभाला था। मित्रों, जैसा मैंने कहा, हम अभी भी अंतिम रिजल्ट की प्रतीक्षा करेंगे। सीपीएम ने काफी स्पिरिटेड फाइट दिया, उनका भी अभी तक जो आंकड़ा मिल रहा है वोट प्रतिशत उनका भी ठीक ठाक है, पर जनता ने इस राज्य में परिवर्तन को ही चाहा है। जो चलो पलटाए हमारा नारा था उसी को ही जनता ने स्वीकार किया, ऐसा हमें लगता है। രാം മാധവിന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. ത്രിപുരയിൽ ഇത് ചരിത്ര വിജയമെന്ന വിലയിരുത്തലാണ് ബി ജെ പിക്കുള്ളത്. ത്രിപുരയിൽ ജനങ്ങൾ തങ്ങൾക്ക് നൽകിയ പിന്തുണയിൽ സന്തോഷമുണ്ടെന്ന് രാം മാധവ് വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. സുനിൽ ദിയോർ, വിപ്ലവ് സർക്കാർ, ഹേമന്ത് ബിശ്വാസ് തുടങ്ങി അതുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ കാര്യമെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. ചരിത്രവിധിയാണ്. നരേന്ദ്രമോദിയുടെ വലിയ തോതിലുള്ള മെഹനത്ത്, അധ്വാനം ഇതിനു പിന്നിലുണ്ട് എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം അതിഥികൾ തുടരുന്നുണ്ട്. ശ്രീ KVS ഹരിദാസ്, ശ്രീ ആനന്ദവട്ടം ആനന്ദൻ, ഒപ്പം ശ്രീലാൽ കൂടെ തിരുവനന്തപുരത്തുണ്ട്. അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ശ്രീലാലിലേക്ക് പോയി വരാം. ശ്രീലാൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി വരാനിരിക്കുന്നത് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം എന്നതായിരിക്കുമല്ലോ. രമേശ് ചെന്നിത്തലയുടെ ആദ്യ പ്രതികരണം അതുമായി ബന്ധപ്പെട്ടതാണ്. CPM രാഷ്ട്രീയത്തിനകത്ത് എന്ത് മാറ്റങ്ങളാണ് ത്രിപുരയിലെ വിധി ഇനിയുള്ള ചർച്ചകൾ ഉണ്ടാക്കുക? തീർച്ചയായും വലിയ ചർച്ചയ്ക്ക് തന്നെയാണ്, CPM-ന്റെ ഉൾപ്പാട്ട് ചർച്ചയ്ക്ക് തന്നെയാകും ഇത് വഴി തുറക്കുക. കാരണം നേരത്തെ തന്നെ സീതാറാം യെച്ചൂരി ഇങ്ങനെ ഒരു ലൈൻ സ്വീകരിച്ചിരുന്നു. മണിക് സർക്കാർ അതിന് അനുകൂലവുമായിരുന്നു. എന്നാൽ
പ്രകാശ് കാരാട്ട് SRP പിണറായി വിജയൻ സഖ്യം അല്ലെങ്കിൽ ആ ഒരു അച്ചുതണ്ട് ഇതിനെ നിശിതമായി വിമർശിക്കുകയും എതിർക്കുകയും വലിയ ചർച്ചകൾ പോളിറ്റ് ബ്യൂറോയിൽ തന്നെ പലതവണ പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നു, പലതവണ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നു. ഒടുവിൽ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന കരരാഷ്ട്ര പ്രമേയത്തിൽ പോലും ഇത് സംബന്ധിച്ചുള്ള വിയോജിപ്പുകൾ പരസ്യമായി വരികയും ചെയ്തിരുന്നു. ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് പാർട്ടി കോൺഗ്രസ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ, പാർട്ടി കോൺഗ്രസിലേക്ക് പാർട്ടി നീങ്ങുമ്പോൾ തീർച്ചയായും വരുന്ന ചോദ്യം ഇത്തരത്തിലുള്ള ഒരു ചോദ്യം തന്നെയാണ്. എന്ത് വേണം ഇനി അങ്ങോട്ട്? സീതാറാം യെച്ചൂരിയുടെ ലൈൻ വേണമോ അതോ പ്രകാശ് കാരാട്ടിന്റെ ലൈൻ വേണമോ എന്നുള്ള ചോദ്യമാണ്. അവിടെയാണ് കേരള പാർട്ടി ഇനി ഒരു വലിയ തീരുമാനം എടുക്കേണ്ടി വരിക. തീർച്ചയായും ഇനിയിപ്പോൾ ഒരു പക്ഷേ കേരള പാർട്ടിക്ക് കേരളത്തിലേക്ക് മാത്രമായി നേരത്തെ സൈനിക ചൂണ്ടിക്കാട്ടിയതുപോലെ CPM കേരളത്തിൽ മാത്രമായി അധികാരത്തിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ കേരള പാർട്ടി വീണ്ടും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കും. ത്രിപുരയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വലിയ ഒരു യുദ്ധം സീതാറാം യെച്ചൂരി നയിച്ചത്. പക്ഷേ ആ യുദ്ധത്തിൽ സീതാറാം യെച്ചൂരിയും പരാജയപ്പെട്ടു, ത്രിപുരയിലെ CPM പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കേരളം മാത്രമായി ചുരുങ്ങുമ്പോൾ കേരളത്തിലെ പാർട്ടിയുടെ നിലപാടിന് കൂടുതൽ ഒരു പക്ഷേ സ്വാധീനം ലഭിച്ചേക്കാം, മേൽക്കൈ ലഭിച്ചേക്കാം. എന്തായാലും ദേശീയതലത്തിൽ CPM BJPയെ നേരിടുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ നിന്നും BJPക്ക് കീഴടങ്ങിയ ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു CPM എന്ന കാര്യത്തിൽ എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. 40 മുകളിലേക്ക് ത്രിപുരയിൽ BJPയുടെ സഖ്യം എണ്ണം എത്തുമ്പോൾ, BJP ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടുമ്പോൾ തീർച്ചയായും ഇനി CPMന് വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പോലും CPM വലിയ തോതിൽ ഉള്ള ഒരു മേൽക്കൈയോടെ അല്ലെങ്കിൽ ധാർമ്മികമായി BJPക്കെതിരെ രംഗത്ത് വരുമ്പോൾ അവർക്ക് അതിനൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീലാൽ താങ്കളിലേക്ക്. ശ്രീ KVS ഹരിദാസ്, BJP ശ്യാനത്തവട്ടമാനന്ദൻ, BJP 41 സീറ്റുകളിലാണ് BJP ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. CPMന് 17 സീറ്റുകളിലെ ലീഡ് നില മാത്രമേ ഉള്ളൂ. ത്രിപുരയിലേത് CPMന്റേത് അങ്ങേയറ്റം ദയനീയമായിട്ടുള്ള കാര്യമാണ് എന്ന് ഇപ്പോൾ പറയാവുന്ന സാഹചര്യം ഉണ്ടായി വന്നിട്ടുണ്ട്. ശ്രീ KVS ഹരിദാസ്, ഇവിടെ ഇനി അങ്ങോട്ട് കേരളം മാത്രമാണ് CPMന് കയ്യിലുള്ളത് എന്നതുപോലെ തന്നെ കേരളമാണ് BJPക്ക് കടന്നു കയറാനാകാത്തൊരു സംസ്ഥാനം എന്നതുകൂടെയുണ്ട്. അവിടെ സ്വാഭാവികമായിട്ടും CPMും കോൺഗ്രസും തമ്മിലാണ് രാഷ്ട്രീയ എതിർപ്പ്, രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടം. കോൺഗ്രസിനൊപ്പം സഖ്യമുണ്ടാക്കുക, മതേതര സഖ്യം എന്ന നിലക്ക് ഒന്നിച്ചു നിൽക്കുക എന്നത് കേരളത്തിലേത് രാഷ്ട്രീയമായ ആത്മഹത്യയായിരിക്കും. കേരളത്തിൽ അങ്ങനെ സ്വീകരിച്ചാൽ CPMനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് പിണറായി വിജയനും കേരള പാർട്ടി ഘടകവും സ്വീകരിക്കുന്ന നിലപാടിനായിരിക്കും ഒരുപക്ഷെ ഇനി അങ്ങോട്ട് മുൻതൂക്കം ലഭിക്കുക. ഇവിടെ കോൺഗ്രസുമായിട്ട് ഫൈറ്റ് ചെയ്ത് തന്നെ വേണം BJPയെ അകറ്റി നിർത്താൻ എന്ന ആ ലൈനിന് ഒരുപക്ഷെ കൂടുതൽ മുൻതൂക്കം ലഭിച്ചേക്കാം. അതൊന്നും BJPയുടെ മുന്നേറ്റത്തെ ബാധിക്കുന്നതല്ല. വലിയൊരർത്ഥത്തിൽ രാജ്യത്തെ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ BJP വലിയ പാർട്ടിയാണ്. പക്ഷേ കേരളത്തിലേക്ക് കൂടെ കടന്നു കയറുക, ഇവിടെ കൂടെ CPMനെ പുറത്താക്കുക എന്നത് സ്വാഭാവികമായിട്ടുമുള്ള രാഷ്ട്രീയ ആഗ്രഹമായിരിക്കുമല്ലോ, ആണല്ലോ BJPയുടേത്. അതുകൊണ്ട് കോൺഗ്രസിനോടുള്ള സഖ്യമേ ഇല്ലാതെ ഉറച്ചു നിൽക്കുന്ന CPM കേരളത്തെ സംരക്ഷിക്കാൻ വേണ്ടി ആ നിലക്ക് തന്നെ നിൽക്കുകയാണെങ്കിൽ BJPക്ക് ആ ലക്ഷ്യം കൂടെ പൂർത്തീകരിക്കാൻ, കേരളം കീഴടക്കുക എന്ന ലക്ഷ്യം കൂടെ പൂർത്തീകരിക്കാൻ ഇത്രയ്ക്ക് എളുപ്പമായിരിക്കുകയില്ല എന്ന് അങ്ങനെ വിലയിരുത്താനുള്ള ഘട്ടമാണോ എന്ന് എനിക്കറിയില്ല. അതിനുള്ള സാഹചര്യമായിട്ടുണ്ടോ? അങ്ങനെ വിലയിരുത്താമോ? അല്ല, സനീഷ് പറഞ്ഞത് നമ്മുടെ മനസ്സിലൊക്കെ ഓടിയെത്തുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതൊക്കെ വിലയിരുത്തേണ്ട സമയമായോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ UDF എന്ന് പറയുന്ന സംവിധാനത്തിൽ എത്ര പാർട്ടിയുണ്ട്, ഏതെല്ലാം പാർട്ടികളുണ്ട്? മുസ്ലിം ലീഗും കോൺഗ്രസും മാത്രമല്ലേ ഉള്ളൂ. പിന്നെയുള്ള RSP എന്ന് പറയുന്നത് കൊല്ലം മുതൽ ചവറ വരെയുള്ള ഒരു പാർട്ടിയല്ലേ? വേറെ ആരാ പാർട്ടി ആ മുന്നണിയിലുള്ള? CP ജോണിന്റെ പാർട്ടിയുണ്ട് പിന്നെ വേണമെങ്കിൽ. അപ്പോൾ UDF എന്ന് പറയുന്നത് ഇന്ന് എല്ലും തോലുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് അവശേഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ഇന്ന് കേരളത്തിൽ CPMനെ പരാജയപ്പെടുത്താൻ കഴിയുമോ ഇന്നത്തെ നിലയ്ക്ക്? അത് തന്നെയല്ലേ പിണറായി വിജയന്റെയും CPMന്റെയും ആനത്തലവാട്ടം സഖാവിന്റെയും ആത്മവിശ്വാസം. ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ മാണി പക്ഷക്കാർ പോലും എവിടേക്ക് പോകണമെന്നറിയാതെ നട്ടം തിരിയുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ ഒരു അസസ്മെന്റ്, കേരളത്തിൽ BJP അതിൻ്റെ സ്ട്രാറ്റജിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഫോഴ്സായിട്ട് മുന്നോട്ട് വരാൻ, അതിനുള്ള ഒരു സംഘടനാ സംവിധാനമായിട്ട് മുന്നോട്ട് വരാൻ BJP തയ്യാറാവേണ്ടതുണ്ട്. എൻ്റെ വിശ്വാസം ഇന്നിപ്പോൾ ത്രിപുരയിലും മറ്റും നമ്മൾ കണ്ടതുപോലെ തന്നെ കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക വിഭാഗം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ BJPയെ പിന്തുണച്ചിട്ടുണ്ട് വോട്ടിംഗ് നിലയിൽ. അത് പാർട്ടി എന്ന നിലയിലല്ല, കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന ഒരു വലിയ വിഭാഗം BJPയോടൊപ്പം വന്നിട്ടുണ്ട്.
നാളുകളിൽ ഇന്ന് കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന അനവധി നേതാക്കന്മാർക്ക് BJP-യോടൊപ്പം അണിചേരേണ്ടി വരും, കേരളത്തിൽ ഉൾപ്പെടെ. ഒന്നില്ലെങ്കിൽ അവർക്കൊരു പ്രാദേശിക പാർട്ടി രൂപീകരിച്ചുകൊണ്ട് BJP-യോട് കൂടെ ചേരാം, അല്ലെങ്കിൽ BJP-യിൽ വന്ന് ചേരാം. അല്ലാതെ കേരളത്തിൽ CPM-നെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം വരും. അതാണ് 2019 കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ചിത്രം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനനുസരിച്ച് BJP കേരളത്തിലെ സ്ട്രാറ്റജീസിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ആര് വന്നാലും ഉൾക്കൊള്ളാൻ തയ്യാറാവേണ്ടി വരും. അതാണ് കേരളം നോക്കി കാണേണ്ടത്. അതാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ആനന്ദവട്ടം ആനന്ദൻ, രാഷ്ട്രീയമായിട്ട് വലിയ ചിന്തകൾക്ക് മാറി ചിന്തിക്കലുകൾക്ക് ഇടവരുത്തുന്ന വിധിയാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ വന്നിരിക്കുന്നത് എന്ന കാര്യം സംശയമില്ല. അവർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ടാകും സ്വാഭാവികമായിട്ടും. ഇനി അങ്ങോട്ട് ഒറ്റക്കാണ് കേരളം ഈ കാര്യത്തിൽ BJP-ക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ എതിർപ്പുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. അത് എത്രത്തോളം എളുപ്പമായിട്ടുള്ള കാര്യമാണെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടാവില്ലല്ലോ. മറ്റ് ബംഗാളിലും ത്രിപുരയിലും എന്ന പോലെ ഒരുപാട് വർഷം ഒന്നിച്ച് ഭരിക്കാവുന്ന സാഹചര്യമുള്ള ഇടമല്ല ഇവിടെ സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ട് കോൺഗ്രസുമായിട്ടുള്ള സഖ്യത്തെക്കുറിച്ചൊന്നും ആലോചിക്കുക പോലും ഉണ്ടാവുകയില്ല എന്നതും ഉറപ്പാണ്. പക്ഷേ ഇനി എല്ലാം കീഴടക്കിയ ശേഷം BJP ഇങ്ങോട്ട് വരുമ്പോൾ, കേരളത്തിലേക്ക് വരുമ്പോൾ, ഇപ്പറയുന്നത് പോലെ ത്രിപുരയിലും മറ്റുള്ളിടങ്ങളിലും എന്ന പോലെ കോൺഗ്രസ് തന്നെയും BJP-യായി മാറിപ്പോയ സാഹചര്യമൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപക്ഷെ അവരെ അപമാനിക്കുന്നതിന് തുല്യമായിരിക്കും. എങ്കിൽ തന്നെയും എല്ലാത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളും മുന്നിലുണ്ടല്ലോ. BJP ഏത് നിലക്കും ഈ കേരളം കൂടെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് ത്രിപുര പരാജയത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ, നിങ്ങൾ മാറ്റേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ത്രിപുരയിൽ ജനപ്രിയ നേതാവായിരുന്നു, ദാരിദ്ര്യമുള്ള മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷെ അതൊക്കെ പറയുമ്പോഴും കുറെ കൂടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം വേണം എന്ന ജനതയുടെ ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ആ ആഗ്രഹത്തിനൊപ്പം നിന്നു BJP, വികസന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു, വലിയ വിജയമുണ്ടാക്കി. കേരളത്തിൽ ഇതൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റമുണ്ടാക്കേണ്ടതുണ്ട് എന്ന വിചാരത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? പക്ഷേ ഒറ്റ കാര്യമുള്ളത്, ഈ കേരളത്തിലെ പാർട്ടി, ഇന്ത്യയിലെ പാർട്ടി, ഇത് രണ്ടാണ് നിങ്ങൾ കാണണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് ഒന്നേ ഉള്ളത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് കോൺഗ്രസിൻ്റെയും BJP-യുടെയും സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങൾക്കെതിരായി നിൽക്കുന്നൊരു പാർട്ടിയാണ്. അതിന് പ്രസക്തി ഏറുകയാണ്. കോൺഗ്രസിൻ്റെ നയം തന്നെയാണ് കുറെ കൂടി വർഗീയതയും കൂടി ചേർത്ത് BJP നടപ്പാക്കുന്നത്. ആ നയത്തിൻ്റെ തിക്ത ഫലമാണ് ഇന്ത്യ ഇന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു വശത്ത് സമ്പത്ത് കേന്ദ്രീകരിക്കുകയും മറുവശത്ത് ദാരിദ്ര്യം വരികയും ചെയ്യുന്നത്. ശ്രീ നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരുമ്പോൾ മറ്റ് വിദേശ വികസിത രാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യയെ എത്തിക്കുമെന്ന് പറഞ്ഞു. ഇപ്പം ലാവോസിൻ്റെയും പാകിസ്ഥാൻ്റെയും പിറകിലാണ് ഇന്ത്യ. 2 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അക്കാര്യത്തിൽ 5 ലക്ഷം പേർക്കാണ് 4 വർഷമായി തൊഴിൽ കൊടുത്തിട്ടുള്ളത്. ജനങ്ങളുടെ ജീവിതം ഇങ്ങനെ ദുസ്സഹമായി കൊണ്ടിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാനത്തിന് ഭരണമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, ആ ദുസ്സഹമായ ജനജീവിതം നയിക്കുന്ന കോടാനുകോടി മനുഷ്യരെ ജാതിക്കും മതത്തിനും അതീതമായി ഒരു വർഗമെന്നുള്ള നിലയിൽ അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഭരണവർഗത്തിനെതിരായ പോരാട്ടം സംഘടിപ്പിക്കലാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കടമ, ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ കടമ. ആ കടമ നിർവഹിക്കുന്നതിന് അധികാരം വേണമെന്നില്ല. അധികാരമുണ്ടെങ്കിൽ അധികാരം ഉപയോഗിച്ചത് ചെയ്യും. ആ അധികാരം കിട്ടിയ സന്ദർഭത്തിലാണ് കേരളം അധികാരം ഉപയോഗിച്ച് ചില കാര്യങ്ങൾ ചെയ്തതിന്റെ. പക്ഷേ ഈ അധികാരം കയ്യിലുള്ളത് കൊണ്ട്, അതും ദേശീയ അധികാരം, രാജ്യ ഭരണാധികാരം കയ്യിലുള്ളത് കൊണ്ട് കൂടെയാണ് ത്രിപുര പോലുള്ളിടത്ത് ഇങ്ങനെ നേട്ടമുണ്ടാക്കാനായത് എന്നതാണല്ലോ CPM-ൻ്റെതടക്കം ഉള്ള വിലയിരുത്തൽ BJP-യെ കുറിച്ച്. അങ്ങനെ അധികാരം പ്രധാനമാണ് എന്ന് നമുക്കറിയാവുന്ന ഒരു സാഹചര്യത്തിൽ അധികാരം വേണ്ട എന്ന് വെറുതെ ആളുകളോട് പറയാമെന്നല്ലാതെ അധികാരമില്ലാതെ ഈ രാഷ്ട്രീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാവുകയില്ല എന്നത് ഉറപ്പല്ലേ? അധികാരം എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? അധികാരത്തിൽ വരുന്ന BJP ആയാലും കോൺഗ്രസ് ആയാലും ഒരു വർഗ താല്പര്യമാണ്, ധനിക വർഗ താല്പര്യമാണ്, കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ്. അതിനവർ ജാതിയെയും മതത്തെയും അവർ ഉപയോഗിക്കും, പണം സമ്പാദിക്കും. ഒരൊറ്റ നിമിഷം ഈ സമയം പെട്ടെന്ന് കടന്നുപോയതുകൊണ്ടാണ് ഞാനത് അറിയാതെയാണ് ആ രണ്ടാമത്തെ ചോദ്യം അതോട് ചേർത്ത് ചോദിച്ചത്. വളരെ ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ ഇടവേളയിലേക്ക് പോകേണ്ടതായി വന്നിട്ടുണ്ട്. ത്രിപുരയിലെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെയാണ്. 42 സീറ്റുകളിൽ BJP മുന്നിട്ട് നിൽക്കുകയാണ്. 16 ഇടത്ത് മാത്രമാണ്
CPM-ന് ലീഡുള്ളത് എന്നതാണ് ത്രിപുരയിലെ നില. മേഘാലയയിലും ഇതാണ് അവസ്ഥ. മേഘാലയയിൽ 20 സ്ഥലത്ത് കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു. BJP 7 സീറ്റുകളിൽ മാത്രമാണ്. NPP 10 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ വ്യക്തിഗത ഒറ്റയ്ക്ക് നിന്ന് എടുത്തു നോക്കിയാൽ കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെയും BJP ഏത് നിലക്കുള്ള രാഷ്ട്രീയ സഖ്യങ്ങളിലാണ് ഏർപ്പെടുക എന്നുകൂടെ പരിഗണിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലേത് നാഗാ പീപ്പിൾസ് ഫോഴ്സ് ഫ്രണ്ട് NPF 24 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. NDPP BJP സഖ്യം 30 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. അവിടെയും BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുണ്ട്. BJPയുടെ മുന്നേറ്റമാണ് ഈ 3 സംസ്ഥാനങ്ങളിലെ ത്രിപുര, മേഘാലയ, നാഗാലാൻഡ് സംസ്ഥാനങ്ങളിലെ വിധി വന്ന ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി നമുക്ക് മുന്നിലുള്ളത്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ള, കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒടുവിലത്തെ വിവരങ്ങളിലേക്ക്.